എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള ബ്രെഡ് പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. മുട്ട ചേർക്കാത്തത് കൊണ്ട് തന്നെ മുട്ട കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് എന്തുകൊണ്ടും ഇത് സെലക്ട് ചെയ്യാം. അടിപൊളിയാണ്. അപ്പോൾ നേരെ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 6 സ്ലൈസ് ബ്രെഡാണ്. അതിൻ്റെ സൈഡെല്ലാം മുറിച്ച് മാറ്റിയിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയായി, അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് കാരമൽ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ താനേ മെൽറ്റായിട്ട് വരും. അപ്പോൾ ഇതിവിടെ തരികളൊന്നുമില്ലാതെ തന്നെ നമുക്ക് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏതിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുക്കുക. കുറച്ച് ടൈം വൈകിയാൽ അതവിടെ ഉറച്ചു പോകും. അപ്പോൾ അത് റെഡിയായി, അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിനുള്ളൊരു മിക്സ് തയ്യാറാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 2.5-3 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തണുത്ത പാലൊഴിച്ചിട്ട് കട്ടയില്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടത് ഒരു 500 ml പാല്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് എടുക്കുക. തിള വരുമ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് തുടരെ ഇളക്കി കട്ട കെട്ടാതെ നല്ലപോലെ യോജിപ്പിച്ച് എടുക്കുക. കുറച്ചൊന്ന് തിക്കായിട്ട് വരണം. പിന്നെ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടാം കുറക്കാം. ഒരു 1/2 കപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നും തിക്കായിട്ട് വരട്ടെ. എന്നിട്ട് നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡില്ലേ, ബ്രെഡിൻ്റെ ക്രംസ് അത് ചേർത്ത് കൊടുക്കുക. അത് ഒറ്റയടിക്ക് ചേർത്ത് കട്ട കെട്ടരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ചേർത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കൂട്ടിവിടെ റെഡിയായിട്ട് കിട്ടും. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കാരമൽ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രേ ഇല്ലേ, ആ ട്രേയിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ കൂട്ടൊന്ന് ഒഴിച്ച് ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. ഈ ടൈമിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ആ വെള്ളത്തിനകത്ത് ഒരു തട്ട് വെച്ചാൽ മതി. ഇതൊന്ന് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്, അപ്പോൾ അതൊന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം തിളക്കാൻ വയ്ക്കുക. എന്നിട്ട് തട്ട് വെച്ചിട്ട് കേട്ടോ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഇത് ഇറക്കി വയ്ക്കുക. ഈ പാത്രം ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഒരു 35 to 40 മിനിറ്റ്സൊക്കെ എന്തായാലും എടുക്കും. ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പം നമുക്കത് വെന്തിട്ടുണ്ടോയെന്ന് അറിയാം. ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ വെന്തു നമുക്ക് ഉറപ്പിക്കാം. കണ്ട ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മളിത് നല്ല പോലെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂറൊക്കെ തണുപ്പിച്ചെടുക്കുക. ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം മാത്രം സൈഡൊന്ന് വേർപെടുത്തിയിട്ട് ഇങ്ങനെ കമഴ്ത്തി എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. സൈഡ് വേർപെടുത്തണം, ഇല്ലെങ്കിൽ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ കണ്ടല്ലോ, നല്ല അടിപൊളി സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. പിന്നെ പൊതുവേ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, അതേപോലെ മുന്നേ ഒത്തിരി നല്ല പുഡിംഗ് വീഡിയോസും കേക്ക് വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കൂ. അടിപൊളി റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്.